2024 നീറ്റിനോട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് ആണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ചുമ്മാതാ, ഒരു ഫാക്ട്സും ഇല്ല. ഇതെല്ലാം കള്ളത്തരം കേട്ടോ. ആരും ഒന്ന് വിശ്വസിച്ചേക്കല്ലേ. ഇവരാരായിരിക്കുമെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും അല്ലേ? എന്ത് കാര്യത്തിന് നെഗറ്റീവ് പറയുന്ന നമുക്കിടയിലെ ചില മിത്തുകളിൽ അതാണ് ഇത്. ഒരു നാണയത്തിന് രണ്ട് വശമുണ്ട് എന്ന് പറയുന്നത് പോലെ എല്ലാ മിത്തിനും ഒരു ഫാക്റ്റും കൂടെ ഉണ്ടേ. അതാണ് ഇത്. 2024 നീറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സും മിത്തുമൊക്കെ ഇവിടെ കിടന്നിങ്ങനെ കറങ്ങുന്നുണ്ട്. എന്നാൽ അതിലെ ചില മിത്തുകളെ തകർത്തുകൊണ്ട് ഫാക്റ്റ് പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നത്. ഞാൻ തന്നെ ഫാക്ട്സ് പറഞ്ഞു തുടങ്ങാം കേട്ടോ. വേണ്ട വേണ്ട വേണ്ട, ഞാൻ പറയാന്നേ. വേണ്ട, നോക്കൂ, ഞാൻ പറഞ്ഞു കൊടുക്കാം. ഇവിടെ മിത്തിനെയാണ് ആൾക്കാർ വിശ്വസിക്കുന്നത്, ഫാക്റ്റിനെ അല്ല. ഞങ്ങളാണ് ഇവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ തന്നെ പറയും. അത് ശരിയായിരിക്കാം, പക്ഷേ ഫാക്ട്സിനെ വിശ്വസിക്കുന്നവർ ജീവിതത്തിൽ വിജയം കാണുക തന്നെ ചെയ്യും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ലോകത്തുള്ള ആൾക്കാരുടെ ഇടയിൽ മുഴുവൻ സ്വീകാര്യത എനിക്കാണ്. അതുകൊണ്ട് ഞാനേ പറയൂ. എന്നൊരു കാര്യം ചെയ്യും, മിത്ത് പറഞ്ഞു കൊടുക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, അതിലെന്താ ഫാക്ട്സ് എന്നുള്ളത് ഞാൻ പറയും. ഓക്കെ അല്ലേ? ഒരു കാര്യമില്ല. ഇപ്പം മോഡൽ എക്സാമിന് നമുക്കൊരു 450-500 റേഞ്ചൊക്കെ കിട്ടുമ്പം പലരും പറയും നമുക്ക് 720 കിട്ടുമെന്ന്. ഒന്നും കിട്ടാൻ പോകുന്നില്ല. ചുമ്മയാട്ടോ, നമുക്ക് കിട്ടത്തേയില്ല. ദേ കുഞ്ഞുങ്ങളെ, ഇതുപോലുള്ള പല മിത്തുകളും നിങ്ങൾ കേൾക്കും. പക്ഷെ നിങ്ങൾ പേടിക്കണ്ട. ഇപ്പോഴുള്ള നിങ്ങളുടെ മാർക്ക് 400 ആയാലും 500 ആയാലും നിങ്ങൾ ഇനിയുള്ള സമയം സിസ്റ്റമാറ്റിക്കായിട്ട് ചിട്ടയോടുകൂടി ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഡെഫിനറ്റായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒരു മാർക്ക് കിട്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷനും കിട്ടും. സോ ഇങ്ങനെയുള്ള വാക്കുകൾക്കൊന്നും നിങ്ങൾ ചെവി കൊടുക്കുകയേ വേണ്ട. ഏറ്റവും നന്നായിട്ട് നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. നിർത്ത്. ദേ ഞാൻ വേറൊരു ഐറ്റം പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് ബയോളജി എഴുതിയാൽ പോരെ? ആദ്യം മതി മക്കളെ. ആദ്യം പരീക്ഷയ്ക്ക് നമ്മൾ ബയോളജി തന്നെ എഴുതാം. ബയോളജി എളുപ്പമല്ലേ? പെട്ടെന്ന് വായിച്ചാൽ തന്നെ കിട്ടും. നമുക്ക് എളുപ്പം എഴുതാൻ പറ്റും. ഒറ്റ വായനയിൽ തന്നെ എല്ലാം നമുക്ക് മനസ്സിലാവും. അപ്പോൾ ബയോളജി എഴുതിയാൽ നമുക്ക് ഒരുപാട് സമയം ലാഭിച്ച് അതും കൂടെ ഫിസിക്സിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ബയോളജി എഴുതിയാൽ മതി. കുഞ്ഞുങ്ങളെ, ഇതൊന്നും നിങ്ങൾ കേൾക്കരുത് കേട്ടോ. നമുക്ക് എല്ലാ സബ്ജക്റ്റിനും ഒരേ പ്രയോറിറ്റിയാണ്. മാത്രമല്ല ബയോളജിയാണ് 360 മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഫിസിക്സിനും കെമിസ്ട്രിക്കും നിങ്ങൾക്ക് എത്ര പ്രാധാന്യമാണോ കൊടുക്കുന്നത് അതേ പ്രാധാന്യം ബയോളജിക്കും കൊടുക്കണം. ബയോളജി ഈ പറയുന്ന പോലെ അത്ര ഈസി ഒന്നും അല്ല കേട്ടോ. ഓരോ സെൻറ്റൻസും വായിച്ചു നോക്കി അതിലെന്താണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ആൻസർ ചെയ്യാൻ അതിനും സമയം വേണം. എളുപ്പം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റനുകൾ നിങ്ങൾ എളുപ്പം ചെയ്തോളൂ. പക്ഷേ എന്ന് പറഞ്ഞ് അതിന് സമയക്കുറവ് കൊടുക്കുകയോ ഫിസിക്സിന് കൂടുതൽ കൊടുക്കുകയോ ചെയ്യുകയേ ചെയ്യരുത്. ബയോളജി കൃത്യമായിട്ട് വായിച്ച് ഓരോ സെൻറ്റൻസും അനലൈസ് ചെയ്ത് തന്നെ നിങ്ങൾ പരീക്ഷ എഴുതണം. മാത്രമല്ല എല്ലാ സബ്ജക്റ്റിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസും വെയിറ്റേജും ഉണ്ട്. സോ ഇത്തരം വാക്കുകൾക്ക് ചെവി കൊടുക്കരുത് കേട്ടോ. മതിയാക്ക്. ദേ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം കേട്ടോ. ഇനിയുള്ള 2 മാസം കൊണ്ട് നീറ്റ് കിട്ടൂല കുഞ്ഞുങ്ങളെ, കിട്ടൂല. 2 മാസം കൊണ്ടൊക്കെ ഇത്രയും പഠിച്ചെടുക്കാൻ പറ്റൂല. നമുക്ക് കിട്ടാനേ പോണില്ല. ദേ മക്കളെ, നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ഇതുപോലുള്ള ഒരുപാട് വാക്കുകൾ നിങ്ങൾ കേൾക്കും. ഇതിലൊന്നും നിങ്ങൾ തളരരുത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ 2 മാസം ധാരാളമാണ്. നമ്മുടെ ക്രാഷ് കോഴ്സിലൂടെയും അതുപോലെ തന്നെ BTSലൂടെയും മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടിയ ഒരുപാട് കുട്ടികൾ ബ്രില്യൻറ്റിന് തന്നെയുണ്ട്. നമ്മുടെ സിയോണ മരിയ ഡിസൂസ, ജേക്കബ് ബിവിൻ, ഇതെല്ലാം അതിന് ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ്. സിസ്റ്റമിക്കായിട്ട് സയൻറ്റിഫിക്കായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും 2 മാസം ധാരാളമാണ്. അത് നിങ്ങൾ വിശ്വസിച്ച് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം മതി. എന്ത് പൊട്ടത്തരമായി പറയുന്നത്? ലോ മാർക്കുകാർക്ക് മാത്രമേ ടെൻഷനുള്ളൂ. ഹൈ മാർക്കുകാർക്ക് ടെൻഷനില്ല. ഹൈ മാർക്കുകാർ പഠിക്കും, അവർക്ക് കിട്ടും. ലോ മാർക്കുകാർ ടെൻഷനും അടിച്ച് ഇവിടെ ഇരിക്കും, കിട്ടുകയില്ല. ദേ എൻ്റെ കുഞ്ഞുങ്ങളെ, ഇങ്ങനെയുള്ള വാക്കുകൾക്കൊന്നും നിങ്ങൾ ചെവി കൊടുക്കുകയോ ചെയ്യരുത് കേട്ടോ. നമ്മളെല്ലാവരും മനുഷ്യരാണ്. മാർക്ക് ഹൈ ആയാലും മാർക്ക് ലോ ആയാലും ആങ്സൈറ്റിയും ടെൻഷനും വെപ്രാളവും എല്ലാവർക്കും ഉണ്ടാകും. അത് പഠിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. പഠിക്കാത്ത കുട്ടിക്കാണ് ഇതൊന്നും ഉണ്ടാകാത്തത്. പഠിക്കുന്ന കുട്ടി, ഒരു കാര്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് പരീക്ഷയോടടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആങ്സൈറ്റിയും വിഷമവും ഡിപ്രഷനും എല്ലാം കോമൺ ആണ്. അത് ഉണ്ടാകാതിരിക്കലല്ല, മറിച്ച് അതിൽ നിന്നും
എത്രയും വേഗം നമ്മൾ കരകയറി അതിനെ ഓവർകം ചെയ്യാൻ പഠിക്കുമ്പോഴാണ് വിജയം നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഹൈ മാർക്കോ ലോ മാർക്കോ ഇതൊന്നുമല്ല ടെൻഷൻ്റെ അളവുപോലെ. നിങ്ങൾ ഏറ്റവും കംഫർട്ടബിളായിട്ട് എത്രയും വേഗം പഠിക്കാനുള്ള മാനസിക അവസ്ഥയിലേക്ക് തിരിച്ചു വരണം. നിർത്ത് മണ്ടത്തരം പറയുന്നത് നിർത്ത്. ഞാനൊരു കാര്യം പറഞ്ഞു തരാം. നമ്മൾ എൻട്രൻസിനൊക്കെ പഠിക്കുമ്പോഴുണ്ടല്ലോ, ആഹാരവും വെള്ളവും ഒന്നുമില്ലാതെ രാത്രി മുഴുവൻ പഠിച്ചാലേ കിട്ടൂ. അല്ലാതെ ആഹാരവും കഴിച്ച് വെള്ളവും കുടിച്ച് നല്ല കംഫർട്ടബിളായിട്ട് പഠിക്കുന്നവർക്കൊന്നും കിട്ടാനേ പോണില്ല. മക്കളെ, ഏറ്റവും മോശമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ നിങ്ങൾ ചുറ്റിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ആരോഗ്യം ഏറ്റവും പ്രധാനമാണ്. നന്നായിട്ട് ഭക്ഷണം കഴിച്ച് നന്നായിട്ട് വെള്ളം കുടിച്ച് നിങ്ങൾക്ക് എത്ര സമയമാണോ ഏറ്റവും കംഫർട്ടബിളായിട്ട് പഠിക്കാൻ പറ്റുന്നത് അത്രയും സമയം നന്നായിട്ട് പഠിക്കുക. പഠിത്തത്തിൻ്റെ അവർ ഡ്യൂറേഷൻ കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ ഫിസിക്കലി ആൻഡ് മെൻ്റലി സ്ട്രെയിൻഡ് ആവാതെ നോക്കുക. എപ്പോഴാണോ നിങ്ങൾക്കൊരു സ്ട്രെയിൻ തോന്നുന്നത് അപ്പോൾ തന്നെ നിങ്ങളത് നിർത്തി ജസ്റ്റ് റിലാക്സ് ചെയ്ത് നന്നായിട്ട് ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് ഏറ്റവും നന്നായിട്ട് വേണം പഠിക്കാൻ. എങ്കിലേ നമുക്ക് ഏറ്റവും ഇഫക്റ്റീവായിട്ട് പഠിച്ച് തീർക്കാൻ പറ്റും. പറഞ്ഞ് സമയം മുഴുവൻ കളഞ്ഞു. എന്നെപ്പോലെ കുറേ മിത്തുകൾ ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട് കേട്ടാ. ആയിക്കോട്ടെ, പക്ഷേ ഇതിനെല്ലാം കുറേ ഫാക്ട്സും ഉണ്ട്. ഒരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ മിത്തുകളെല്ലാം നിങ്ങൾ കമൻ്റായിട്ട് ഇട്ടോ. അതിനുള്ള ഫാക്ട്സുമായിട്ട് ഞാൻ അടുത്ത ആഴ്ച വരാം. അടുത്ത ആഴ്ച തന്നെ കാണാം.